നെക്സ്റ്റ് യൂസസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. അപ്പോൾ ഡയമെൻഷനെ പറ്റിയിട്ടും എല്ലാത്തിൻ്റെയും ഡയമെൻഷൻസ്, കുറേ ക്വാണ്ടിറ്റീസും ഡയമെൻഷനും എല്ലാം നമ്മൾ പഠിച്ചു. ഇനി ഈ ഡയമെൻഷണൽ അനാലിസിസിന് പല യൂസസ് ഉണ്ട്, 2-3 യൂസസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. അപ്പോൾ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ഡയമെൻഷൻ എല്ലാ സൈഡും ഈക്വൽ ആണോ, അല്ലെങ്കിൽ ഡയമെൻഷനിൽ അത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണോ അല്ലയോ നമുക്ക് ഇത് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ യൂസ് ആണ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. അപ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇക്വേഷൻ നമുക്കറിയാം, v is equal to u plus at എന്നുള്ള ഇക്വേഷൻ നമ്മൾ അതിലുണ്ട്. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ ടേമിൻ്റെയും സെപ്പറേറ്റ്, അതായത് പ്ലസ് വരുന്നത് മൈനസ് വരുന്ന ടേംസിൻ്റെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഡയമെൻഷൻ ഓഫ് വിൻ്റെ ഡയമെൻഷൻ എടുക്കാം, യുവിൻ്റെ ഡയമെൻഷൻ എടുക്കാം, ഡയമെൻഷൻ ഓഫ് at എടുക്കാം. ഈ 3 ടേംസിൻ്റെയും നോക്കുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പ്രകാരം നമുക്കറിയാം, ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ ഈ 3 ടേമിന്റെ ഡയമെൻഷൻ ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അത് ഈക്വൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കറക്റ്റ് എന്നും, ഈക്വൽ അല്ല എങ്കിൽ ഡയമെൻഷനലി ഇൻകറക്റ്റ് എന്നും നമുക്ക് പറയാം. ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡയമെൻഷൻ ഓഫ് v എന്ന് പറഞ്ഞാൽ v ഇനീഷ്യൽ ആണോ ഫൈനൽ ആണോ? ഫൈനൽ വെലോസിറ്റി ആണ് v. u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി. അതായത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അതിന് ആദ്യമുള്ള വെലോസിറ്റിക്ക് നമുക്ക് ആദ്യ പ്രവേഗം എന്നും മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി. അവസാനമുള്ളത് അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ആക്സലറേഷൻ എയും ടൈം ടിയും ആണ്, അതായത് ത്വരണമാണ് എ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡയമെൻഷൻ അറിയാം. ഇനീഷ്യൽ ആയാലും ഫൈനൽ ആയാലും എല്ലാം വെലോസിറ്റി ഡയമെൻഷൻ സെയിം ആണ്, LT⁻⁻⁻⁻. അപ്പോൾ ഇവിടെ നമുക്ക് v ഫൈനൽ വെലോസിറ്റി ഡയമെൻഷൻ LT⁻⁻⁻ കിട്ടി. അതേപോലെ ഇനീഷ്യൽ വെലോസിറ്റി എന്ത് തന്നെയായിരിക്കും? LT⁻⁻⁻ തന്നെയാണ് ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ. ഇനി ATന്റെ ഡയമെൻഷനായിട്ട് നമ്മൾ പഠിച്ചില്ല, എന്റെ ഡയമെൻഷൻ അറിയാം, ടിന്റെ അറിയാം. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. AT എന്ന് പറഞ്ഞാൽ a ഇൻറ്റു ടി ആണ്. ഡയമെൻഷൻ ഓഫ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ LT⁻⁻². ഡയമെൻഷൻ ഓഫ് ടി എന്ന് പറയുന്നത് ടി, അതായത് T⁻1 ആണ്. വെറുതെ ടി എന്ന് എഴുതി കഴിഞ്ഞാൽ T⁻1. അപ്പോൾ LT⁻⁻² ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? LT⁻2 + 1. -2 + 1ന്റെ വാല്യൂ -1 തന്നെ. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? LT⁻⁻1. അപ്പോൾ 3 ടേമിനും ഡയമെൻഷൻ നമുക്ക് LT⁻⁻1 കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കറക്റ്റ് ആണ്. അപ്പോൾ സെപ്പറേറ്റ് ആണെങ്കിൽ വേറെ വേറെ വാല്യൂസ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി ഇൻകറക്റ്റ്. എനിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ തരികയാണ്, എനർജി ഈസ് ഈക്വൽ ടു ½ mv² + mgh. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എനർജീൻ്റെ ഡയമെൻഷൻ അറിയാം, ½ mv² എന്ന് പറഞ്ഞാൽ ഒറ്റ ടേം ആണ്, ½ mv². പിന്നെ അടുത്തത് mgh. 3ന്റെയും സെപ്പറേറ്റ് ഡയമെൻഷൻസ് എഴുതാം. അപ്പോൾ എനർജീൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml²T⁻². ഇനി ½ mv² ഡയമെൻഷൻ, ഹാഫിന് ഡയമെൻഷൻ ഇല്ല, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ mv² ഡയമെൻഷൻ നോക്കിയാൽ മതി. m ഇൻറ്റു v²ൻ്റെത് LT⁻⁻1². LT⁻⁻1ന് ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഹോൾ² ഇടാം. അപ്പം എന്ത് കിട്ടും? ml²T⁻². ഇതിന് രണ്ടിനും നമ്മൾ 2 ഇതിന് രണ്ടിനും കൊടുക്കാം. അപ്പം ml²T⁻⁻2 ആണ് ഡയമെൻഷൻ. അപ്പോൾ ഇവിടെ കിട്ടി 2 ഡയമെൻഷനും ml²T⁻⁻2. ഈ മൂന്നാമത്തെ ഒന്നും കൂടി ഉണ്ട്, mgh. അതിൻ്റെതും കൂടെ നോക്കാം. മാസിൻ്റെത് m ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ g എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ തന്നെയാണ് LT⁻⁻2 ഇൻറ്റു ഹൈറ്റിൻ്റെത് L ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? m L 2 ഉണ്ട്, അപ്പോൾ L²T⁻⁻2. ഇതാണ് നമ്മുടെ ഡയമെൻഷൻ. അപ്പോൾ 3ഉം എന്ത് കിട്ടി? ml²T⁻⁻2 തന്നെ 3ലും കിട്ടുകയാണെങ്കിൽ ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കറക്റ്റ്. ഇവിടെ ഹാഫ് തന്നത്, ഹാഫിൻ്റെ ഡയമെൻഷൻ നോക്കണ്ട, ഡയമെൻഷൻ ലെസ് കോൺസ്റ്റന്റ് ആണ് ഹാഫ്. ഓക്കെ, രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ ആണ് ടു ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ക്വാണ്ടിറ്റീസ് തന്നു, എഫ് ഉണ്ട്, എം ഉണ്ട്, എ ഉണ്ട്. അതെങ്ങനെ റിലേറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് എന്ത് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം? ഡയമെൻഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. നമുക്കിപ്പോൾ എഴുതുകയാണെങ്കിൽ F = ma എന്ന് എഴുതാം, അല്ലെങ്കിൽ F = m/a എഴുതാം, F = m² എന്ന് എഴുതാം. അപ്പോൾ അത് ഏത് ഫോർമാറ്റിലാണെന്ന് നമുക്ക് ഡയമെൻഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നും കൂടെ നോക്കാം. അപ്പോൾ നിങ്ങളോട് പറയാണ്, ഫോഴ്സ് F ഡിപ്പെൻഡ്സ് അപ്പോൺ mass
ആൻഡ് ആക്സിലറേഷൻ. ഫോഴ്സ് എഫ് മേ ഡിപ്പെൻഡ്സ് അപ്പോൺ മാസ് ആൻഡ് ആക്സിലറേഷൻ ആണ് നിങ്ങളോട് പറയുന്നത്. എങ്ങനെയെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നത് ഏതാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനൊരു ഭാഗത്ത് എഴുതാം. അപ്പോൾ എഫ് എന്ന് ഒരു ഭാഗത്തേക്ക് എഴുതാം, പ്രൊപ്പോർഷണൽ ടു ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിന് എത്ര എണ്ണം തന്നിനോ അതെല്ലാം നിങ്ങൾ നേരെ നേരെ എഴുതുക. അപ്പോൾ എം എ ആണ് ഇവിടെ തന്നത്, എമ്മും എ ആണ്, അതിനെല്ലാം പവർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ പവർ എ ബി എന്നാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്, അല്ല നിങ്ങൾക്ക് വേറെ പി ക്യു ആർ എസ് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഇതിന് പവേഴ്സ് ഏതെങ്കിലും കൊടുക്കാം. അപ്പോൾ എം റേസ് ടു എ റേസ് ടു ബി, ഇങ്ങനെ പവേഴ്സ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെയാണ്, ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഒരു ഭാഗത്തും പ്രൊപ്പോർഷണൽ ആയിട്ട് ബാക്കി ക്വാണ്ടിറ്റീസ് എല്ലാം അതർ സൈഡിൽ എഴുതാം, അതിനെല്ലാം പവേഴ്സ് ഇടാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. അതിന് സെക്കൻഡ് നമ്മൾ ഇവിടെ തന്നെ എഴുതുന്നത് എഫ് ഈസ് ഈക്വൽ ടു, പ്രൊപ്പോർഷണൽ ഒഴിവാക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് വരും. എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ബാക്കിയെല്ലാം സെയിം, എം റേസ് ടു എ റേസ് ടു ബി, ഇക്വേഷൻ നമ്പർ 2. ഇത്രയും എഴുതിയിട്ട് രണ്ട് സൈഡിലേക്കും നമ്മൾ ഡയമെൻഷൻ അപ്ലൈ ചെയ്യാം. അപ്ലൈയിങ് ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ്. ഇപ്പോൾ രണ്ട് സൈഡിലും ഡയമെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും, എം എൽ ടി മൈനസ് 2 ആണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ. ഇവിടെ ഉള്ളത് കെ എന്ന് പറയുന്നത് ഡയമെൻഷൻ ലെസ് കോൺസ്റ്റന്റ് ആണ്, കെക്ക് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ മാസിന്റെ ഡയമെൻഷൻ എം തന്നെ, എം റേസ് ടു എ എന്ന് വരും. അടുത്തത് ആക്സിലറേഷൻ ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് 2 ഹോൾ റേസ് ടു ബി. അപ്പോൾ അതിനെ നമ്മൾ ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ എം റേസ് ടു എ, എൽ റേസ് ടു പുറത്താണ് ബി ഉള്ള, എൽ റേസ് ടു ബി, ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ മൈനസ് 2b. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കാം. അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയില്ല എം എൽ ടി റേസ് ടു മൈനസ് 2 ഈക്വൽ ടു എം റേസ് ടു എ, എൽ റേസ് ടു ബി, ടി റേസ് ടു മൈനസ് 2b എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പവേഴ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ എ എന്നുള്ളതിന് പകരം മാസിന്റെ പവർ എ ആണ്, ഇവിടെ എന്താണുള്ളത് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ 0 എന്നല്ല, ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ എന്തായിട്ട് എടുക്കണം, 1 ആയിട്ട് എടുക്കണം. അപ്പോൾ എ ഇസ് ഈക്വൽ ടു 1 കിട്ടും. അതേപോലെ ബി എന്താണ്, അവിടെ ബി ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 1 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത 2ബിനെ നോക്കേണ്ട ആവശ്യമില്ല. എയും ബിയും കിട്ടിക്കഴിഞ്ഞു. കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത ടേം കൂടെ നോക്കണം. അപ്പോൾ എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ വാല്യൂസ് എവിടെ കൊടുക്കണം, ഈ കെ എഴുതിയ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു 1 എ റേസ് ടു 1, അല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു കെ എം എ. ഇതാണ് നമ്മൾ ഇക്വേഷൻ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രൊപ്പോർഷണൽ ആയിട്ട് എഴുതാം, സെക്കൻഡ് സ്റ്റെപ്പിൽ കെ ഇട്ടിട്ട് അതേപോലെ എഴുതാം, തേർഡ് സ്റ്റെപ്പിൽ രണ്ട് സൈഡിലേക്കും ഡയമെൻഷൻസ് അപ്ലൈ ചെയ്യാം, എന്നിട്ട് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ എമ്മിന്റെ പവർ നോക്കാം, ഇവിടെ എമ്മിന്റെ പവർ, ഇവിടെ എല്ലിന്റെ പവർ, ടീന്റെ പവർ. അപ്പോൾ അതെല്ലാം ഇക്വേറ്റ് ചെയ്തിട്ട് ഈ ഇക്വേഷനിൽ തന്നെ കൊടുക്കാം. ഫൈനലായിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയില്ല എഫ് ഈസ് ഈക്വൽ ടു കെ എം എ. ഒറിജിനൽ ഇക്വേഷൻ നമുക്കറിയാം, എഫ് ഈക്വൽ ടു എം എ, കെന്റെ വാല്യൂ 1 ആക്കി എടുത്താൽ എഫ് ഈക്വൽ ടു എം എ കിട്ടുമെന്ന് അറിയാം. അപ്പോൾ കോൺസ്റ്റൻസിന്റെ ഡയമെൻഷൻ നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ ഫോർമാറ്റ് നമുക്ക് ഇത് യൂസ് ചെയ്ത് ഡയമെൻഷൻ. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ് ടു കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻറ്റു അനദർ. ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിനെ നമുക്ക് വേറൊരു സിസ്റ്റത്തിലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ CGS സിസ്റ്റം ആണെങ്കിൽ അതിനെ നമുക്ക് MK സിസ്റ്റത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഏതെങ്കിലും സിസ്റ്റത്തിനെ വേറൊരു സിസ്റ്റത്തിലേക്ക് മാറ്റാൻ നമുക്ക് ഡയമെൻഷൻ യൂസ് ചെയ്ത് പറ്റും എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതലായി പഠിക്കാനില്ല, ഈ മൂന്നെണ്ണമാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കുക. ഒന്നാമത്തത് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ, രണ്ടാമത്തത് ടു ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, മൂന്നാമത്തത് ടു കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻറ്റു another system of units.